81st ക്വസ്റ്റ്യനിൽ നമുക്ക് ഫസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോട്ടോകോൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ഫോർ അപ്ഡേറ്റിംഗ് ദ മെയിൻ മെമ്മറി വെൻ എ വേർഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ക്യാഷ് മെമ്മറി. ഓക്കെ, സോ മലയാളത്തിലേക്ക് നമുക്ക് ഇത് ചെയ്യുകയാണെങ്കിൽ ഒരു ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഒരു വേർഡ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മെയിൻ മെമ്മറിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതുണ്ടാകും, പഠിക്കാത്ത ഓപ്ഷൻസ് ഉണ്ടാകും. നമുക്കുള്ള ക്വസ്റ്റ്യൻസിന്റെ ടൈം എന്ന് പറയുന്നത് വളരെ ലിമിറ്റ് ആണ്. സോ നമുക്ക് നമുക്ക് അറിയാവുന്ന കുറച്ച് കണ്ടന്റ് വെച്ച് കാൽക്കുലേറ്റഡ് ഗസ്സുകളിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലാസ്സുകളിൽ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ക്യാഷ് ഹിറ്റ് എന്ന് പറയുന്നത്. ക്യാഷ് ഹിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള മെമ്മറീസിന്റെ ലൈൻസ് ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നമ്മുടെ പ്രോസസ്സുകളെ വിളിക്കുന്ന സമയത്ത് അവർക്ക് ഡേറ്റയെ ആവശ്യം വരികയുണ്ട്. അപ്പൊ അങ്ങനെ ഡേറ്റ വിളിക്കുമ്പോൾ, ഡേറ്റയെ കോൾ ചെയ്യുമ്പോൾ അത് വിളിക്കുന്നതിന് ഓരോ ഓർഡർ ഉണ്ടാവും. അപ്പൊ ആ ഓർഡറിൽ നമ്മൾ ക്യാഷ്, റാം, പിന്നെ സെക്കൻഡറി മെമ്മറി, പ്രൈമറി മെമ്മറി, അങ്ങനെ ഒരു ലെയർ എല്ലാം പഠിച്ചിരുന്നു. ഓക്കെ, രജിസ്റ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു മെമ്മറീസിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്, ശരിയല്ലേ? സോ അവിടെ ഈ ക്യാഷ് ഹിറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ക്യാഷ് ഇതിലുണ്ടല്ലോ എന്നുള്ള രീതിയിലേക്ക് ക്യാഷിലേക്ക് ആയിരിക്കാം നമ്മളുടെ ആദ്യത്തെ ഓപ്ഷൻ വരുന്നത്. പക്ഷെ ക്യാഷ് ഹിറ്റ് എന്ന് പറയുന്നത് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നതാണ്. ക്യാഷ് മെമ്മറിയിൽ ഒരു ഡേറ്റയെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ്. അപ്പോ ക്യാഷിൽ ഹിറ്റ് അവിടെ കണ്ടുപിടിച്ചു എന്നതാണ് ക്യാഷ് ഹിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ക്യാഷ് ഹിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒഴിവാക്കാം. എന്നിരുന്നാലും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്തോ ഒരു ഡേറ്റയെ നമുക്ക് റൈറ്റ് മീൻസ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും? റീഡ് എന്ന് പറയും, ഇല്ലെങ്കിൽ റൈറ്റ് എന്ന് പറയും. നമ്മൾ നോർമലി ഇപ്പൊ നമ്മുടെ പഴയ സീഡികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് റീഡ്, റൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇവിടെ റൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എന്തോ റൈറ്റ് ചെയ്യുന്നതാണ് അപ്ഡേറ്റിംഗ് ദ മെയിൻ മെമ്മറി. പിന്നെ വെൻ എ വേർഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ക്യാഷ് മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു ഡേറ്റയെ ഒരു സ്ഥലത്ത് കളഞ്ഞു, അതിനെ തിരിച്ച് വേറെ ഒരു സ്ഥലത്ത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുന്ന കാര്യം നമുക്ക് ഇവിടെ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്? റൈറ്റ് ബാക്ക് എന്ന് പറയുന്ന സി ഓപ്ഷൻ ആണ് നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യന് അനുയോജ്യമായിട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്ന കുറച്ച് കണ്ടന്റും ആൻഡ് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അല്ലാതെ എപ്പോഴും നമുക്ക് അപ്ഡേറ്റിംഗ് ദ മെയിൻ മെമ്മറി വെൻ എ വേർഡ് ഈസ് റിമൂവ്ഡ് ഫ്രം എ ക്യാഷ് മെമ്മറി റൈറ്റ് ബാക്ക് എന്ന് ഓർത്തിരിക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇവിടെ പ്രൊട്ടക്റ്റഡ് റൈറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. അവിടെ നമുക്ക് വേർഡിൽ നിന്ന് ഇത് ചെയ്യാനുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന മെമ്മറീസ് അതൊരു പ്രൊട്ടക്റ്റഡ്, അതിനൊരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലേക്കാണ് അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ റൈറ്റ് ബാക്ക് പ്രോട്ടോകോൾ എന്താണ് എന്ന്? റൈറ്റ് ബാക്ക് പ്രോട്ടോകോൾ അപ്ഡേറ്റ്സ് ഡേറ്റ ഇൻ ദ ക്യാഷ് ഫസ്റ്റ് ആൻഡ് ദെൻ in the main memory when the cache block is evicted. It reduces memory writes and bus traffic, improving system performance compared to the write-through protocol, which writes to both മെയിൻ മെമ്മറി ആൻഡ് ക്യാഷ് മെമ്മറി സൈമൾട്ടേനിയസ്ലി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാതിരുന്നത് റൈറ്റ് ത്രൂ പ്രോട്ടോകോൾ ആണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷിലും മെയിൻ മെമ്മറിയിലും ഒരേപോലെ റൈറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ആ റൈറ്റ് ത്രൂവില് നമുക്ക് ഒരിടത്ത് എടുത്തു അല്ലെങ്കിൽ ആ ഒരു പേരിൽ അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. സോ നമുക്ക് അങ്ങനെ റൈറ്റ് ത്രൂ ഒഴിവാക്കാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും റൈറ്റ് ത്രൂ എന്താണെന്നൊന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഇനി ഒരു ഫ്യൂച്ചർ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The operation of reading instructions from the memory is called. Okay, so നമുക്ക് നേരത്തെ ക്വസ്റ്റ്യന്റെ സെയിം ആ പ്രൊസീജിയർ ആണ് ചോദിച്ചത്. എന്ത് പ്രൊസീജിയർ ആണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ
നമുക്ക് എല്ലായിടത്തും ഇപ്പോ അവിടെ റീഡിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻസ് ഇവിടെ മെമ്മറി റൈറ്റ് അല്ല എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. മെമ്മറി റീഡ് എന്ന് പറയുന്ന സി ഓപ്ഷനിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ബ്ലൈൻഡ് ഗസ് അല്ല, ഞാൻ അതാണ് പറയുന്നത്, നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമ്മൾ കണ്ടന്റ് പ്ലസ് കാൽക്കുലേറ്റഡ് ഗസ് അതിനകത്തേക്ക് വരുന്നു. സോ അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് എന്ത്, ഇൻസ്ട്രക്ഷൻസ് എന്ന് പ്രത്യേകം പറയുന്നത്. ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫെച്ച് ചെയ്യുകയാണ്. ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന വേർഡാണ് ആക്ച്വലി നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുള്ളത്. എപ്പോഴും ഫെച്ച് എന്ന് പറയുന്ന വാക്ക് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് റിട്രീവ് ചെയ്യുന്നതിന് പറയുന്ന വേർഡാണ് ഫെച്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മുടെ നോട്ട്സ് അത്യാവശ്യം നമുക്ക് വായിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെച്ച് സൈക്കിൾ എന്ന ഓപ്ഷനിലേക്ക് ഈസിലി എത്താനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഫെച്ച് സൈക്കിൾ ഈസ് ദ പ്രോസസ് ഓഫ് ഫെച്ചിങ് ഓർ റീഡിങ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ദ മെമ്മറി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിലൊന്നും നമുക്ക് ആക്ച്വലി ടൈം അധികം കളയാനില്ല. കാരണം ഞാൻ പറഞ്ഞു നമുക്ക് ഇതിനകത്ത് കാൽക്കുലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അവിടെ നമുക്ക് കുറച്ച് ടൈം റിസർവ് വെക്കണം. ഓക്കെ, നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് ബഫറിംഗ് ഡാറ്റ ഇൻ ടു ദ ഡിസ്ക് ഏരിയ ഫോർ ലേറ്റർ യൂസ് ബൈ സ്ലോവർ പെരിഫറൽ ഡിവൈസസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താണ് ചെയ്തിരിക്കുന്നത്, നമുക്ക് പിന്നീട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡേറ്റയെ ഡിസ്ക് ഏരിയയിലേക്ക് ബഫർ ചെയ്ത് വെക്കുന്നതിന് പറയുന്ന പേരാണ് ഇത്. നമ്മളുടെ ഡയറക്ട്ലി കണ്ടന്റ് ഉള്ള ഒരു ഇതാണ്. അവിടെ നമുക്ക് എപ്പോഴും ലൈക്ക് നമുക്ക് ക്യാഷിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. സ്വാപ്പിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ത്രാഷിംഗ് ഉണ്ടാകും. സോ ഇനി നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ ഇതിന്റെ ഒരു മീനിങ് വെച്ച് തന്നെ നമുക്ക് നോക്കാം. സ്വാപ്പിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് ഡേറ്റയുടെ ലൊക്കേഷൻസ് തമ്മിൽ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാണ്. ത്രാഷിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഡേറ്റയെ നശിപ്പിക്കുന്നു, ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു, ഓക്കെ, അതിനെ ഇല്ലാതാക്കി കളയുന്നു എന്നൊരു കൺസെപ്റ്റിലേക്കാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ലൈക് കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാവുന്ന ഒരു സംഭവമാണ് ക്യാഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാഷിംഗിന് ആക്ച്വലി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ക്യാഷ് എന്ന് പറയുന്നത്, ക്യാഷിന്റെ കൺസെപ്റ്റ് എന്താ, നമ്മൾ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡേറ്റ പിന്നീട് നമുക്കൊരു ആവശ്യം വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പ്രൊഡക്ട്സ്, ഫോർ എക്സാമ്പിൾ നമുക്ക് എന്നും ഡെയിലി ആവശ്യം വരുന്നത് നമ്മുടെ ഒരു ബ്രഷ് ആണെന്ന് വിചാരിക്കാം. ഈ ബ്രഷ് നമ്മൾ എപ്പോഴും ഏതെങ്കിലും ഒരു റൂമിൽ അല്ലെങ്കിൽ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു റൂമിന്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുകയില്ലല്ലോ. നമുക്ക് എപ്പോഴും എടുക്കാൻ എളുപ്പമുള്ള ഒരു ഏരിയയിലായിരിക്കും നമ്മൾ അത് സ്റ്റോർ ചെയ്യുന്നത്. സോ ആ കൺസെപ്റ്റ് ആണ് ക്യാഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സാധിക്കുന്നു, പെട്ടെന്ന് നമുക്ക് ആ ഡേറ്റ അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫാസ്റ്റർ പ്രൊസീജിയേഴ്സ് കൂടിയാണ് അവിടെ സംഭവിക്കുന്നത്. സോ അങ്ങനെ നമുക്ക് ഇവിടെ ഒരു നമ്മുടെ കണ്ടന്റ് വഴിയുള്ള എലിമിനേഷനിലൂടെ നമുക്ക് സ്പൂളിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്നതിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മളുടെ നോർമൽ ഈ ഒരു ചാപ്റ്ററിന് നമ്മളുടെ നോട്ട്സ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് സ്പൂളിംഗിലേക്ക് എത്താൻ സാധിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് ബാക്കി ഇപ്പൊ ഈ സ്പൂളിംഗ് എന്നത് അറിയത്തില്ല, പക്ഷെ ബാക്കിയുള്ളതിനെ പറ്റി ഒരു ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് എത്താൻ സാധിക്കും. പിന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഓപ്ഷൻസിനെ പറ്റി ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്, നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമിന് ചിലപ്പോൾ ആ ഓപ്ഷൻസ് ആയിരിക്കാം ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ സ്പൂളിംഗ് is the process of buffering data into the disk area for later use by slow peripheral like allowing them to operate at their own pace without needing constant attention from the CPU. അപ്പൊ ഈ സ്പൂളിങ്ങിന് ക്യാഷുമായിട്ടുള്ള ഒരു ഡിഫറൻസ് അത് നിങ്ങൾ ഒന്ന് ഓർക്കുക. കാരണം ക്യാഷ് എപ്പോഴും നമ്മളുടെ CPU-ന്റെ വിസിനിറ്റി ഏരിയയോട് അടുത്തായിരിക്കും ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ വിസിനിറ്റി ഏരിയയോട് അടുത്തുണ്ടാകുമ്പോഴുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പോൾ നല്ല രീതിയിലുള്ള ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു മെമ്മറി ആയിരിക്കും. അത് എക്സ്പെൻസീവ് ആണ് ക്യാഷ് മെമ്മറി വളരെ, ബാക്കി മെമ്മറികളെക്കാളും.
നിങ്ങൾക്ക് ആക്ച്വലി നമ്മൾ എപ്പോഴും ഈ ക്യാഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ വെബ് ബ്രൗസേഴ്സ് ഗൂഗിൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള മൊസില്ല ഫയർഫോക്സ് സഫാരി പോലെയുള്ള വെബ് ബ്രൗസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റുകളൊക്കെ തന്നെയാണെങ്കിൽ ആക്ച്വലി അതിലെ ഡേറ്റയൊക്കെ ഓൾറെഡി കുറച്ച് ഒരു ലോക്കൽ സെർവറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ ലോക്കൽ സെർവറിൽ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കാൻ ഇതിന്റെ ഒറിജിനൽ വെബ് സെർവറിൽ നിന്ന് ഡേറ്റ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. അതാണ് ക്യാഷ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. പക്ഷെ സ്പൂളിംഗ് എന്ന് പറയുമ്പോൾ അതുപോലത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി വരുന്നില്ല. അതിലൊരു കോൺസ്റ്റന്റ് അറ്റൻഷൻ CPU കിട്ടാതെ എന്നാൽ ഒരു സെപ്പറേറ്റ് പാർട്ടായിട്ട് ഇരിക്കുന്ന ഒരു ഇതാണ് സ്പൂളിംഗ് എന്ന് പറയുന്ന ഫിനോമിനൻ. ഓക്കെ ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ച് ഇതിൽ നമ്മുടെ ആൻസർ കീയില് ആക്ച്വലി ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും നമുക്ക് ഇതിന്റെ ഒരു ഉത്തരം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഉത്തരം ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് 100% പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെട്ടത്. എന്നിരുന്നാലും ഈ ഒരു ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ ഒന്നും നോക്കണ്ട. ലൈക്ക് ഇതിനകത്ത് നമുക്ക് 4 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേക്കുന്നത് പവർ കൺസ്യൂം ചെയ്യുന്നത് ആൻഡ് ഇതിന്റെ സ്പീഡ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കൺസെപ്റ്റ്, ഇപ്പോ ഒരു പവർ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത് എന്താണ് സാധാരണ ചെയ്യാറ് എന്ന് വെച്ചാൽ പവർ നമുക്ക് ഭയങ്കരമായിട്ട് കൂടി വരികയാണെങ്കിൽ അതിന് എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കുറവായിരിക്കും എന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ എപ്പോഴും ക്ലാസ്സുകളിൽ പറയാം. കാരണം നമ്മുടെ ടെക്നോളജി കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ നമ്മുടെ പണ്ടത്തെ കൈൻഡ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വളരെയധികം പവർ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ അതിന്റെ എഫിഷ്യൻസി എന്തായിരുന്നു? വളരെ സ്ലോവർ ആയിരുന്നു. ഓക്കെ, പക്ഷെ പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ പവർ വളരെ കുറച്ചേ യൂസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റർ ആയിട്ടുള്ള ടെക്നോളജിയിലേക്ക് എത്തി. അത് നമ്മുടെ ഈ ടെക്നോളജിക്കൽ എവല്യൂഷന്റെ ചേഞ്ച് കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലെ? സോ നമുക്ക് അങ്ങനെ തന്നെ വരുമ്പോൾ ആക്ച്വലി 2 ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയായിരിക്കും? മോർ ഫാസ്റ്റർ, ലെസ് സ്ലോവർ, അല്ലെ? സോ പിന്നെ നമുക്കുള്ളത് ബിയും സിയും. ബിയും സിയും എന്ന് കഴിഞ്ഞപ്പോൾ ഇനി നിങ്ങൾക്ക് സ്റ്റാറ്റിക് റാം, ഡൈനാമിക് റാം. അപ്പോൾ ഇത് രണ്ടും നോക്കിക്കഴിയുമ്പോൾ ഏതായിരിക്കും നമുക്ക് ആദ്യം വന്നിട്ടുണ്ടാകുക? ഒരു ടെക്നോളജിക്കൽ എവല്യൂഷന്റെ ചേഞ്ചിന് ആദ്യം സ്റ്റാറ്റിക് ആയിരിക്കുമോ വന്നിരിക്കുന്നത്, ഡൈനാമിക് ആയിരിക്കുമോ വന്നിരിക്കുന്നത്? യെസ്, തീർച്ചയായിട്ടും ഡൈനാമിക് ആയിരിക്കും, അല്ലെ? അപ്പൊ ഡൈനാമിക് ആയിട്ടുള്ള ഒരു റാം ആയിരിക്കും പുതിയ എവല്യൂഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് ഡൈനാമിക് റാമിനേക്കാളും എന്തായിരിക്കും? ലെസ്സർ എഫിഷ്യൻസി ആയിരിക്കും, അല്ലെ? ലെസ്സർ എഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ഒരു ടെക്നോളജി ആയതുകൊണ്ട് അതിന് പവറും കൂടുതൽ വേണ്ടി വരും. സോ മോർ സ്ലോവർ എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് മോസ്റ്റ്ലി ലൈക്ലി ആയിട്ട് നമുക്ക് വരാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ ലൈക്ക് ഇതിലൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇതില്ലാതെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇത് ഒരു മോസ്റ്റ്ലി ലൈക്ലി എന്നൊരു കൺസെപ്റ്റില് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് 84 ഇത് സ്റ്റാറ്റിക് റാമും ഡൈനാമിക് റാമും നമ്മൾ വളരെയധികം നമ്മളുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ റാം ആണ് കൂടുതൽ മോർ പവർ എടുക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ കാര്യം എന്ന് പറയുമ്പോൾ ആക്ച്വലി 8's കോംപ്ലിമെന്റ് ഓഫ് 240 എന്ന് പറയുന്ന നമ്പറാണ്. ഇത് നമുക്ക് ആക്ച്വലി കുറച്ചൊരു ടൈം എടുക്കേണ്ടതാണ്, ലൈക്ക് മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇതിൽ ഞാൻ ആദ്യമേ നിങ്ങളോട് പറയുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതില് നമുക്ക് ഇതിന്റെ ഉത്തരം ആയിട്ട് വരുന്നത് തമ്മിലൊരു ലൈക്ക് ചെറിയൊരു മിസ്മാച്ച് ഉണ്ട്. സോ എന്നിരുന്നാലും ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി അത്
പറയാനായിട്ട് ശ്രമിക്കും. സോ ഇവിടെ 8's കോംപ്ലിമെന്റ് ഓഫ് നമ്പർ 240. സോ നമ്മൾ പലതരത്തിലുള്ള നമ്പർ സിസ്റ്റം, ന്യൂമറിക്കൽ സിസ്റ്റത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2's കോംപ്ലിമെന്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 8's കോംപ്ലിമെന്റ് കേട്ടിട്ടുണ്ടായിരിക്കാം, 16's കോംപ്ലിമെന്റ് എന്നൊക്കെ നമ്മൾ പറയാറ്. സോ ഇത് എപ്പോഴും ഓരോ നമ്പർ, ഇപ്പൊ 2's കോംപ്ലിമെന്റ് നമ്മൾ പൊതുവെ പറയുന്നത് എന്തിനാണ്? 2's കോംപ്ലിമെന്റ് പറയുന്നത് ബൈനറി സിസ്റ്റം, 1ഉം 0ഉമായിട്ടുള്ള ന്യൂമറിക്കൽ സിസ്റ്റത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ 2's കോംപ്ലിമെന്റ് പറയുന്നത്. സോ 8's കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഒക്ടാഡെസിമൽ സിസ്റ്റത്തിലാണ്. ഒക്ടാഡെസിമൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ 1 മുതൽ 8 വരെയുള്ള സംഖ്യകൾ മാത്രം ഉപയോഗിച്ച് നമ്പറുകൾ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡാണ് ഒക്ടാഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത് എന്താ? വെറും ഡെസിമൽ സിസ്റ്റം. അവിടെ എന്താണ്? 1 മുതൽ 9, പിന്നെ അതിനോടൊപ്പം തന്നെ 0 ഉപയോഗിക്കുന്നു. അപ്പൊ 0, 1, 2 തൊട്ട് 9 വരെയാണ് നോർമൽ ഡെസിമൽ സിസ്റ്റത്തിലുള്ളത്. 8's കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഒക്ടാഡെസിമലിൽ വരുന്നത് 8 എണ്ണം ആണോ ഉള്ളത്. 8 എണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ 8ഉം കൂടി ഉണ്ട് എന്ന് വിചാരിക്കരുത്. 0 തൊട്ട് 7 വരെ ഉള്ളതാണ്. ഓക്കെ, അപ്പോ അങ്ങനത്തെ നമ്പറുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് 240 എന്ന് പറയുന്നത് അവിടെ 2ഉം 4ഉം 0 ആണ്. നമ്മുടെ ഒക്ടാഡെസിമലിലുള്ള ഒരു നമ്പറാണ്. ഇതിന്റെ 8's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഒരു കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ആ കോംപ്ലിമെന്റ് ചെയ്ത് കിട്ടുന്ന നമ്പറും ഒരു ഒക്ടാഡെസിമൽ സെയിം സിസ്റ്റത്തിലുള്ളതായിരിക്കും. അപ്പൊ സെയിം സിസ്റ്റത്തിലുള്ള നമ്പർ ആകുമ്പോൾ നമുക്ക് 240 എന്ന് പറയുന്നതിന്റെ കോംപ്ലിമെന്റ് ആയിട്ട് വരുന്നതിന്റെ ഉത്തരം ഇവിടെ നമുക്ക് ബിയും ഡിയും ഓൾറെഡി എലിമിനേറ്റ് ചെയ്യാം. നമ്മളിവിടെ കാൽക്കുലേഷൻ പോലും ചെയ്ത് തുടങ്ങിയിട്ടില്ല കേട്ടോ. എലിമിനേറ്റ് ചെയ്യാം. 538ഉം 648ഉം അവിടെ 8 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വരുന്നത് കൊണ്ടാണ് അത് ഉള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഉള്ളത് നമുക്ക് എയും സിയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി ഇതിന്റെ കാൽക്കുലേഷൻ പാർട്ട് നമുക്ക് നോക്കാം. അപ്പൊ കാൽക്കുലേഷൻസ് പാർട്ടിൽ നോക്കുക. ഫസ്റ്റ് നമുക്ക് എപ്പോഴും ഈ കാൽക്കുലേഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ 8's കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ഇപ്പൊ 2's കോംപ്ലിമെന്റ് ആണെങ്കിൽ നമ്മൾ എന്തിനു വെച്ച് ചെയ്യും? 111ൽ നിന്ന് ആ നമ്പറിനെ നമ്മൾ ഒക്ടാഡെസിമലി കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് നമുക്ക് 2's കോംപ്ലിമെന്റിലേക്ക് എത്തുന്നത്. നോട്ട് 2's കോംപ്ലിമെന്റ്, 1's കോംപ്ലിമെന്റിലേക്ക് എത്തുന്നത്. സോ ഇവിടെ നമുക്ക് 7's കോംപ്ലിമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 7's കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചിട്ട് അതിനോട് 1 ചേർക്കുമ്പോഴാണ് 8's കോംപ്ലിമെന്റ് ആവുന്നത്. നമ്മൾ ബൈനറി സിസ്റ്റത്തിലും ഡിസ്കസ് ചെയ്യുന്നതാണ്. 1's കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ യൂണിറ്റ് പ്ലേസിൽ 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 2's കോംപ്ലിമെന്റ് കിട്ടുന്നത്. അപ്പൊ അതേ പ്രൊസീജിയർ തന്നെയാണ് 7's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുന്നു, അതിനോട് 1 ആഡ് ചെയ്യുന്നു, 1 ആഡ് ചെയ്തിട്ട് നമുക്ക് 8's കോംപ്ലിമെന്റിലേക്ക് എത്തുന്നു. ഓക്കെ, ഇനി ഞാൻ ഈ ഓപ്ഷൻസിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് 530 540 ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇടുന്ന ഒരാളെ സംബന്ധിച്ച് ഇയാൾക്ക് ഈ 2 ഓപ്ഷൻസ് വളരെ ഒബ്വിയസ് ആണ്. കാരണം നമ്മളുടെ ഇതിന്റെ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ പ്രൊസീജിയറിൽ ഒരു ഇത് വന്നു കഴിയുമ്പോൾ 537 ഒക്ടാഡെസിമലി 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് 540 എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? കാരണം ഈ 7 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 8 എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പൊ 8 എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇല്ലാതെ വന്നു കഴിയുമ്പോൾ 1 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 0 ആകും. നമ്മളിപ്പോ എപ്പോഴും 9നോട് 1 ആഡ് ചെയ്തിട്ട് 0 ആവുന്ന അതേ കണക്ക് ഇവിടെ 7 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 0 ആകും. അപ്പൊ 0 ആകുന്നു. അപ്പോ എന്ത് സംഭവിക്കുന്നു? അതിന്റെ തൊട്ടടുത്തുള്ള ഇത് നമ്മൾ ഒരു ഡിജിറ്റ് ആഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഈ 537നോട് ഒക്ടാഡെസിമലി നമ്മൾ 1 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് 540 എന്ന് പറയുന്നത്. സോ മോസ്റ്റ് പ്രോബബിളി ഇത് ഈ 537 എന്ന് പറയുന്നത് 7's കോംപ്ലിമെന്റ് ആകാനും 540 എന്ന് പറയുന്നത് 8's കോംപ്ലിമെന്റ് ആകാനുമുള്ള പ്രോബബിലിറ്റി ആണ് കൂടുതൽ. ഓക്കെ, സോ നമുക്ക് ഇവിടെ പോകാം. ഇവിടെ നോക്ക്, ഫൈൻഡ് 7's കോംപ്ലിമെന്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു 3 ഏറ്റവും ടോപ്പ് ഡിജിറ്റ്, ഏറ്റവും ഹയർ ഡിജിറ്റ്, അതിന്റെ ആ നമ്പറുള്ള ഹയർ ഡിജിറ്റ് എന്ന് പറയുന്നത് 777 ആണ്. ബൈനറി സിസ്റ്റത്തിലാണെങ്കിൽ
ഇപ്പൊ 3 ഡിജിറ്റ് ഉള്ള ഒരെണ്ണത്തിന് കണ്ടുപിടിക്കുകയാണെങ്കിൽ 111 ആയി. ഓക്കെ, അതിൽ നിന്ന് ഒക്ടാഡെസിമലിൽ കുറയ്ക്കും. അപ്പൊ അങ്ങനെ കുറച്ചു കഴിയുമ്പോൾ നോക്ക്, ഇത് നിങ്ങൾ കുറയ്ക്കുന്ന ഒക്ടാഡെസിമലിൽ തന്നെ കുറയ്ക്കണം. 7ൽ നിന്ന് 0 കുറച്ചാൽ 7, 7ൽ നിന്ന് 4 കുറച്ചാൽ 3, 7ൽ നിന്ന് 2 കുറച്ചാൽ 5, അങ്ങനെ 537. ഇതിനോട് നോക്കി, ഇതിനോട് 1 ആഡ് ചെയ്തപ്പോ കിട്ടുന്നതാണ് 540. സോ അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, ശരി. സോ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് സി തന്നെയാണ്. നമ്മൾ ആ ഗസ് ചെയ്ത അതേ കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ഒരു n ബിറ്റ് ബൈനറി, ഇത് ബൈനറി സിസ്റ്റത്തിലേക്ക് വരികയാണ്. n ബിറ്റ് ബൈനറി ഇന്റിജേഴ്സിനെ സൈൻഡ് വൺസ് കോംപ്ലിമെന്റ് ഫോമിലേക്ക് ആക്കണമെങ്കിൽ എത്ര റേഞ്ച് ഓഫ് വാല്യൂസ് വേണം എന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് ആക്ച്വലി എപ്പോഴും ഉള്ള ഒരു ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സൈൻഡ് നമ്പർ ആണെങ്കിൽ, ഇപ്പൊ നമുക്ക് 16, നമ്മുടെ നോർമൽ ഡെസിമൽ സിസ്റ്റത്തിലാണെങ്കിൽ എനിക്ക് 16 വരെയുള്ള നമ്പേഴ്സ് എഴുതാനായിട്ട് സാധിക്കും. 16 വരെയുള്ള നമ്പേഴ്സ് എഴുതുമ്പോൾ അതിന്റെ ലൈക്ക് സൈൻ ഇടാം, സൈൻ ഇടാതിരിക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന്റെ റേഞ്ച് എന്താണ്? എപ്പോഴും ഒരു നമ്പറിന്റെ മൈനസ് തൊട്ട് മറ്റേ നമ്പറിന്റെ പ്ലസ് ആ തീരുന്നത് വരെ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ബിറ്റ് അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും നിങ്ങൾ റേഞ്ചസ് കാണുമ്പോൾ ഇതിന് ഇപ്പോ നേരത്തെ നമ്മളിപ്പോ ഒക്ടാഡെസിമലിന്റെ കേസ് പറഞ്ഞു. ഒക്ടാഡെസിമലിന്റെ കേസ് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അവിടെ 8ലേക്ക് എത്തുന്നില്ല, 7ന് നിൽക്കുക അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ ബൈനറി ഡിജിറ്റ് നമ്മൾ 2 ബിറ്റ് എന്ന് പറഞ്ഞാലും അവിടെ 2 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല, 1ലേക്ക് എത്തുകയുള്ളൂ അല്ലെ. അപ്പോൾ ആ 1ലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും അതിന്റെ ആ ടോപ്പ് നമ്പറിൽ നിന്ന്, ടോപ്പ് നമ്പർ ഇവിടെ നമുക്ക് ബൈനറി ആണ്, ബൈനറി ആയതുകൊണ്ട് ഒരു 2ന്റെ പവർ ആയിട്ടേ വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു കൺസെപ്റ്റിലാണെങ്കിൽ രണ്ടിന്റെയും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള കണ്ടന്റ് സെയിം ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ കണ്ടന്റ് സെയിം ആയിട്ട് വരുന്നത് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബി നമുക്കില്ല, ഇനി ഡി നമുക്ക് ഇല്ല എന്ന് ഈ രണ്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് നമുക്കുള്ള രണ്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2n-1 ആണോ 2n-1 എന്നതാണ് നമുക്ക് ഡൗട്ട് ആയിട്ട് വരുന്നത്. സോ ഇത് ചിലപ്പോൾ നമുക്ക് ക്ലാസ് നോട്ട്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡിസ്കസ് ചെയ്തുമായിട്ട് കറക്റ്റ് എമൗണ്ട് കിട്ടുന്നതായിട്ട് പറയാം. പക്ഷെ എന്നിരുന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇപ്പൊ 1 ബിറ്റ് ഉള്ള ഒരു ബൈനറി ഇന്റിജർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ 1 ബിറ്റ് എന്ന് പറയുമ്പോൾ ഉള്ള കേസില് നമുക്കിതിനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞോ അല്ലെങ്കിൽ 2 വെച്ചോ അങ്ങനെ നമുക്ക് മീൻസ് ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ആൻഡ് ഇത് ആക്ച്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊന്നും നമുക്കധികം ടൈം കളയാനായിട്ട് ഇല്ല. കാരണം ഇത് അത്ര ടൈം ഡിസേർവിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ ഇതെല്ലാം ഡയറക്ട്ലി കണ്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്. സോ ഇവിടെ ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എ ആണ്. എപ്പോഴും നമ്മൾ ഒരു നമ്പർ അതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 2n-1 എന്ന് പറയുന്നതാണ് എപ്പോഴും ഉള്ളത്. സോ ഇവിടെ ഇതിന്റെ പോസിറ്റീവ് വാല്യൂസ് എന്ന് പറയുമ്പോൾ 2n-1 നെഗറ്റീവ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് -1 വരെ. സോ ഇതിന്റെ ടോട്ടൽ റേഞ്ച് എന്ന് പറയുന്നത് അതിന്റെ നെഗറ്റീവ് തൊട്ട് പോസിറ്റീവ് വരെ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ഇത് നമുക്ക് നോർമൽ ഡിവിഷനിലൂടെ നമുക്ക് തീർച്ചയായിട്ടും മീൻസ് നമ്മൾ ബൈനറി ഡിവിഷൻ ഒക്കെ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ബൈനറി ഡിവിഷൻ പഠിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഉണ്ട്. പക്ഷേ
നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും അധികം സമയമില്ലാതെ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് ഇവിടെ പറഞ്ഞിരുന്നത്? ഒരു ഡിവിഷൻ ഓപ്പറേഷൻ 110.01101 എന്ന് പറയുന്നത് 1.01 രണ്ട് ബൈനറി ഡിജിറ്റ്സ് ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അപ്പൊ ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു ലോജിക്ക് എന്തായിരിക്കും? കാരണം നമുക്ക് ആ ഡെസിമൽ കാര്യം അങ്ങ് ഒന്ന് പതിയെ മാറ്റിവെക്കാം. അപ്പൊ ഡെസിമൽ മാറ്റിവെച്ചാൽ 110/1. 110 എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ബൈനറി വരുന്നത് 2⁻2 + 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4+2, അതായത് 6 ആണ് ഉത്തരം. 1 തന്നെയാണെന്ന് അറിയാം. 6 ഡിവൈഡഡ് ബൈ 1 സംതിങ് അല്ലെ? സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു ഉത്തരം ഏകദേശം എത്രയായിട്ടായിരിക്കും നിൽക്കുന്നത്? ഒരു 5 ആ ഒരു റേഞ്ചിലായിരിക്കും നോർമലി നമുക്ക് കാണുന്നത് അല്ലെ? സോ 5 എന്ന് പറയുന്ന റേഞ്ച് ആലോചിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഓപ്ഷൻസും നോക്കുമ്പോൾ ഓപ്ഷൻസ് സിയും ഡിയും ഓൾറെഡി കൂടുതലാണ്. നമ്മുടെ ഡിവിഡന്റ് ആയിട്ടുള്ള 110നേക്കാളും മേലെയാണ്. പിന്നെ ഉള്ളത് എയും ബിയും ആണ്. അപ്പൊ എയുടെ കാര്യം ഒന്ന് ആലോചിച്ച് 10 10 എന്ന് പറയുന്നത് എന്താ? 2 ആണെന്ന് നമ്മൾ ബൈനറി സിസ്റ്റത്തിൽ പഠിക്കുന്നത്. സോ ബി എന്ന് പറയുന്നത് എന്താണ്? 2⁻4 + 1 5 അല്ലെ? 5 എടുക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കില്ലേ? കാരണം നമുക്ക് ഇതിന്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ ഡിവിഷൻ പഠിച്ചിട്ടുള്ളതാണ്. ഓരോ നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്ത് പോകുന്നു. കുറച്ച് പണിയായിട്ടുള്ള ഇതാണ്. നമുക്ക് ആക്ച്വലി അത്രയും ടൈം കളയാനായിട്ട് ആക്ച്വലി ഇല്ല. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചതനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ മുന്നോട്ടേക്ക് പോവുക. പക്ഷെ നമുക്ക് അത്രയും ടൈം ഇതിന് കൊടുക്കാനായിട്ട് ഇല്ല. സോ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ മാത്തമാറ്റിക്കൽ ഉത്തരത്തിലേക്ക് എത്താൻ, കാരണം അതുപോലത്തെ ഓപ്ഷൻസേ നമുക്ക് മോസ്റ്റ്ലി വരാറുള്ളൂ. ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ ഞാൻ 89 ക്വസ്റ്റ്യനിലേക്ക് പോകുകയാണ്. നമുക്ക് 88th ക്വസ്റ്റ്യൻ നമ്മുടെ സെഷന്റെ അവസാനത്തെ പാർട്ടിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ സെയിം ബൈനറി ഇക്വലന്റ് ഓഫ് ഡെസിമൽ നമ്പർ 5.4375 എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റെടുത്ത് നേരത്തെ ഉപയോഗിച്ച ആ ലോജിക്ക് ഇവിടെ ഉപയോഗിക്കാനേ പറ്റില്ല അല്ലെ? കാരണം ഇവിടെ എല്ലാത്തിനും 101 എന്ന് വെച്ചാൽ 5 മറ്റേ ചെയ്ത് കണ്ടുപിടിച്ചു. സോ ആ ഒരു ലോജിക്ക് ഇവിടെ പറ്റത്തില്ല. പിന്നെ പക്ഷെ ഈ ബൈനറി ഇക്വലന്റ് ലേക്ക് മാറ്റാൻ ഡെസിമൽ നമ്പറിനെ എപ്പോഴും വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്? ആ ഡെസിമൽ നമ്പറിനെ × 2 കൊടുക്കും. × 2 കൊടുത്തു കഴിഞ്ഞിട്ട് അത് 1ന് മേലെ ആകുന്നുണ്ടോ എന്ന് നോക്കും. അപ്പൊ 1ന് മേലെ ആകുന്നുണ്ടെങ്കിൽ അതിനെ 1 കൊടുക്കുക, ഇല്ലെങ്കിൽ 0 കൊടുക്കുക. അങ്ങനെ ഏറ്റവും അവസാനത്തെ നമ്പർ വരെ എത്തുന്ന രീതിയിലേക്ക് ആണ് നമ്മൾ ഇതിന്റെ ബൈനറി കൺവേർഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കി കഴിയുമ്പോൾ ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് തീർച്ചയായിട്ടും ഉണ്ടാകണം. നമ്മൾ എപ്പോഴും ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് അതും ഫ്രാക്ഷനെ മാറ്റി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് അതിനെ × 2 ആദ്യം കൊടുക്കുക. അപ്പൊ × 2 കൊടുത്തു കഴിയുമ്പോൾ എന്താ വരുന്നത്? ഇതിന്റെ ഉത്തരം 0.86 അല്ല 7/0 ആണ് വരുന്നത്. അപ്പോഴും നമ്മളുടെ ഈ ഡെസിമലിന്റെ മുന്നിലോട്ട് വന്നിട്ടില്ല. അപ്പൊ ഡെസിമലിന്റെ മുന്നിലോട്ട് വരാത്തത് കൊണ്ട് തന്നെ അത് 0 ആയിരിക്കും നമ്മുടെ ആദ്യത്തെ ഫ്രാക്ഷൻ. സോ അത് തന്നെ വരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ബിയിലോട്ടേക്ക് എത്താനായിട്ട് സാധിക്കും. സോ ആ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനി അതിന്റെ സ്റ്റെപ്പുകളാണ്. ആ സ്റ്റെപ്പുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം. ഇന്റിജർ പാർട്ട് 5 എന്ന് പറയുന്നത് എങ്ങനെയാണ്? 5നെ ആദ്യം 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അതിന്റെ റിമൈൻഡർ 1 കിട്ടും. പിന്നെ ആ റിമൈൻഡർ വരുന്നതിന് 2/2 1 കൊടുക്കും. നമുക്കറിയാം ഇന്റർ എങ്ങനെയാണ് ഡെസിമലിനെ ബൈനറി ആക്കി മാറ്റുന്നത്. അപ്പൊ 5ന്റെ കാര്യത്തിൽ കിട്ടും. ഇനി നമുക്ക് ഫ്രാക്ഷണൽ പാർട്ടിലേക്ക് വരുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. കണ്ടോ, പറഞ്ഞതുപോലെ 0.4375 × 2 അതാണ് 0.875. അതിൽ എത്തി. പക്ഷെ അപ്പോഴും ഡെസിമൽ ഇവിടെ 0 ആണ്. ഇനി × 2 കൊടുത്തു. ഇനി × 2 കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു?
1ന് മുകളിലേക്ക് വന്നു 1.75 എന്ന് പറയുന്ന ഒരു ലെവലിലോട്ടാണ് വരുന്നത്. 1.75 വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അവിടെ നമ്മൾ ആ 1 എടുക്കുന്നു, 1 ആ ഫ്രാക്ഷന്റെ കൂടെ എടുക്കും. ഇപ്പൊ ഇവിടെ 0 പിന്നെ 1 ആണ്. ഓക്കെ, വീണ്ടും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0.5 ആണ്, 1 എത്തിയിട്ടില്ല എന്നല്ല. 0.75 into 2 എന്ന് പറയുമ്പോൾ 1.5 വന്നു, അവിടെയും 1 എടുത്തു, ബാക്കി 0.5 ആണ് നമ്മൾ എഴുതിയത്. അടുത്ത 0.5 ഇൻറ്റു ചെയ്യുമ്പോൾ 1 ആയി, പിന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഒരു വാല്യൂം ഇല്ല. അങ്ങനെയാണ് നമുക്ക് ഡെസിമലിന്റെ ഇതിന് 0.0111 എന്ന് പറയുന്ന ഫ്രാക്ഷനിലോട്ട് എത്തുന്നത്. പക്ഷെ ഇതിന്റെ ഒന്നും ആക്ച്വലി ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താവുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ എങ്ങനെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും, അതോടൊപ്പം തന്നെ അതിന്റെ തിയറി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്, ഡാഷ് ഈസ് ദ ബേസ് ഓഫ് ദ നമ്പേഴ്സ് ഫോർ വിച്ച് ദ ഓപ്പറേഷൻ 54/4 ഈസ് ഈക്വൽ ടു 13 ഈസ് കറക്റ്റ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കാം, നമുക്കറിയാവുന്ന നമ്മുടെ നോർമൽ ബേസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 10 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 54 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 10 വെച്ച് ചെയ്യുകയാണെങ്കിൽ ഉള്ള ഉത്തരം എത്രയാണ് വരുന്നത്? നമുക്ക് 13 ആണോ വരുന്നത്? അല്ല. എത്രയാണ് വരുന്നത്? എത്ര വരും? ഒരു 13നും മുകളിലുള്ള ഒരു നമ്പർ എന്ന് വെച്ചാൽ എക്സാക്ട് 13 അല്ലല്ലോ, നമുക്ക് 52 ആണെങ്കിൽ കറക്റ്റ് ആണ്. ഓക്കെ, സോ 10 അല്ല എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. പിന്നെ ഉള്ളത് നമുക്ക് ഈ ബേസുകളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ 10 ബേസ് വന്നു കഴിയുമ്പോൾ 52ലേക്കാണ് എത്തിയത്. സോ ഇതിൽ 10നും കുറവായിട്ടുള്ള ഒരു നമ്പർ വരാന് കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ആക്ച്വലി ഇവിടെ നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോകാം, വേറെ ഒന്നിലേക്കും അല്ല നിങ്ങൾ പോകേണ്ടത്. അപ്പൊ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ 8 എന്ന് പറയുന്നത് എടുക്കുക. അപ്പൊ 8നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ 8 ബേസ് ആണെങ്കിൽ 54 എന്ന് പറയുന്ന നമ്പർ, 54 എന്ന് പറയുന്ന നമ്പർ എന്തായിരിക്കും? 5 into 8 + 4, അതിന്റെ ഉത്തരം 44. ഓക്കെ, 44/4. അന്നേരം ഈ 13 നോക്കരുത്, ഇതിനെ എന്തിനാക്കണം? ഡെസിമലിലാക്കണം. ഡെസിമലിലാക്കുമ്പോൾ എന്ത് വരും? 1 into 8 + 3, 11. ശരി. സോ 44 അപ്പൊ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും ഡെസിമലിലേക്ക് ആക്കി. 44 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 13. നോട്ട് 13, 11 ഡെസിമൽ. സോ അത് കറക്റ്റ് ആണ്. സോ ഇത് ഏത് ബേസിലുള്ള നമ്പർ ആണെന്ന് നമുക്ക് അസംഷൻ പറയാം. 8 ആണ് ഇതിന്റെ ബേസ് എന്നുള്ളത് നമുക്ക് ഡൗട്ട് ഇല്ലാതെ തന്നെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, കണ്ടോ ഇവിടെ എന്താണ് ചെയ്യുന്നത്? കൺവേർട്ടിങ് 54 ടു ഡെസിമൽ. സെയിം പ്രൊസീജിയർ തന്നെ. 54 അതൊരു ഒക്ടാ ഡെസിമൽ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് എല്ലാതും നോക്കാം. അപ്പൊ 54 ഡെസിമൽ ആണെങ്കിൽ 5 into 8⁻1 + 4 into 8⁻0 ഈസ് ഈക്വൽ ടു 40 + 4 ഈസ് ഈക്വൽ ടു 44. ഇനി ആ 13നെ ഡെസിമൽ ആക്കുമ്പോൾ 1 into 8⁻1 + 3 into 8⁻0 ഈസ് ഈക്വൽ ടു 8 + 3 സംതിങ് 11 ആയി മാറും. ഇനി അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 44 നമ്മൾ രണ്ടും ഡെസിമലിലാക്കുന്നു. അപ്പോൾ കറക്റ്റ് 4 കിട്ടുന്നുണ്ട്, റിമൈൻഡർ വരുന്നില്ല. സോ അതിന്റെ ഉത്തരം അതാണ്. ഏതാണ്? 8 ആണ് ബേസ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഏകദേശം 9 ക്വസ്റ്റ്യനോളം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ 9 ക്വസ്റ്റ്യനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ആൻഡ് കുറച്ച് ഡയറക്റ്റ് കണ്ടന്റ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതിലും കൂടുതൽ ഏറ്റവും ഞാൻ പറയാറുള്ളത്
റീഡ് ബിറ്റ്വീൻ ദ വേർഡ്സ്. വാക്കുകൾക്കിടയിലൂടെ വായിച്ച് ഉത്തരത്തിലേക്ക് എത്താനുള്ള, കാരണം അതുപോലത്തെ ഓപ്ഷൻസ് ആണ് നമുക്ക് കണ്ടോ. നമുക്ക് ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമ്മുടെ PSCയുടെ ഒരു ലാംഗ്വേജ് ഉണ്ട്. അവർ ആക്ച്വലി ദേ ആർ നോട്ട് അവർ എനിമീസ്. ഓക്കെ, സോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള സ്നിപ്പറ്റ്സ് ആക്ച്വലി അവരവിടെ ഇട്ടിട്ടുണ്ടാകും. അത് പിക്ക് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, സോ അങ്ങനെയാണ് ഇപ്പൊ 81st ക്വസ്റ്റ്യൻ വരുന്നത്. 82 നമ്മൾ ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് വായിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് റീഡ് ചെയ്യുന്നു. ഫെച്ച് സൈക്കിൾ എന്ന് പറയുന്നതിലേക്ക് ഡയറക്റ്റ് ഓപ്ഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് സ്പൂളിംഗ് ചിലപ്പോൾ അറിയാൻ ചാൻസ് വരത്തില്ല. പക്ഷെ ക്യാഷിംഗ്, നമ്മുടെ ഒരു ക്യാഷിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെയധികം നമ്മളുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ക്യാഷിംഗ് അറിയാതിരിക്കേണ്ട കാര്യം ഇല്ല. അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് എന്തായാലും പ്രിപ്പോൺ ചെയ്യേണ്ട ഒരു പോർഷൻ ആണ്. സോ പിന്നെ സ്വാപ്പിംഗ് എന്ന് പറയുന്നതും ത്രാഷിംഗ് എന്ന് പറയുന്നതും നോർമലി നമ്മളുടെ ഡെയിലി സൈക്കിളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ആ ഒരു വേർഡ്സ് ക്രാക്ക് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കും. ശരിയല്ലേ? സോ സ്പോർട്ടിങ്ങിലേക്ക് എത്തി. ആക്ച്വലി ഇത് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് വേണ്ട കാര്യമാണ്. എന്നാലും നമുക്ക് ഒരു ലോജിക്ക് വെച്ച് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും ലോജിക്ക് വെച്ച് ക്രാക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു. നിങ്ങൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വർക്ക്ഔട്ട് ആകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു ഉത്തരത്തിലേക്ക് എത്താനുള്ള ഡയറക്റ്റ് വേ ഉണ്ട്. ഓക്കെ, മീൻസ് കറക്റ്റ് സ്റ്റെപ്സ് എഴുതി നമ്മുടെ ഡിഗ്രി എക്സാംസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എക്സാംസിന് കാൽക്കുലേഷൻ സ്റ്റെപ്പ് വെച്ച് എഴുതുന്ന രീതിയിലേക്ക് പോകാം. പക്ഷെ അങ്ങനെ എഴുതി കണ്ടെത്തിയാൽ നമുക്ക് സ്പെഷ്യൽ മാർക്കൊന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല PSC. നമുക്ക് ഉത്തരത്തിലേക്ക് കാൽക്കുലേറ്റഡ് ആയിട്ട് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കുക. എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് എത്താനായിട്ട് സാധിക്കുക. ഓക്കെ, സോ അതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഒരു കണ്ടന്റ് പറഞ്ഞു. പിന്നെ 86ന്റെ കാര്യത്തിലും നമുക്ക് ആ ഡയറക്റ്റ് അങ്ങനെ ഒരു കണ്ടന്റ് വേണ്ട. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ലൈക്ക് ഇപ്പോ നമുക്ക് എത്ര ബിറ്റ് ഉള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 ബിറ്റ് ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ 7 ബിറ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ എപ്പോഴും 1 - 127, 2 + 127, അതുപോലെ തന്നെ 255ന്റെ കേസിലൊക്കെ നമ്മൾ പറയുന്നതാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. സോ പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡിവിഷൻ ഓപ്പറേഷൻ, ബൈനറി നമ്പേഴ്സ് തമ്മിലുള്ള ഡിവിഷനിലേക്ക് എത്തി. അപ്പോ അതിനെ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പൊ ഡിവിഷന്റെ കാര്യത്തിലൊക്കെ വളരെയധികം ബൈനറി തന്നെ ചെയ്യാനായിട്ട് പാടാണെങ്കിൽ അതിനെ ഡെസിമലിലാക്കാനായിട്ട് വേണമെങ്കിൽ ശ്രമിച്ചോ. പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ചിലർക്ക് ആക്ച്വലി ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ പെട്ടെന്ന് ആക്ച്വലി പോസിബിൾ ആയിരിക്കും, പെട്ടെന്ന് നടക്കുന്നതുണ്ടാകാം. സോ അങ്ങനത്തെ സിനാരിയോയില് നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് 91th ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ചാപ്റ്ററിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻസിനെ വിച്ച് സിസ്റ്റം സോഫ്റ്റ്വെയർ ട്രാൻസ്ലേറ്റ്സ് ദ ഇൻസ്ട്രക്ഷൻസ് ഇൻ ന്യൂമോണിക് ഫോം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ഇക്വലന്റ്. എപ്പോഴും നമ്മൾ ന്യൂമോണിക് എന്ന് പറയുന്ന വേർഡ് എപ്പോഴും നമ്മൾ ലിങ്ക് ചെയ്യുന്നത് ഏത് കൈൻഡ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയറിലാണ്? അസംബ്ലർ എന്ന് പറയുന്നതാണ്. സോ ഇതിന് ആക്ച്വലി നമുക്കൊരു ലൈക്ക് ഒരു 5 സെക്കൻഡ് ഉള്ളിൽ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കണം. മാക്രോ പ്രൊസസറിനെ പറ്റിയോ അല്ലെങ്കിൽ മാക്രോ പ്രൊസസർ ഒന്നും നമ്മൾ ആക്ച്വലി ഇവിടെ ഡീൽ ചെയ്യുന്ന പോലുമില്ല. കമ്പൈലർ ആൻഡ് ലിങ്കർ, അതിനെപ്പറ്റി നമ്മൾ ക്ലാസ്സുകളിൽ സംസാരിക്കുന്നതാണ്. സോ എന്നിരുന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും തെറ്റിക്കാനായിട്ട് നമുക്ക് ഒരു രീതിയിലും പാടില്ലാത്തതാണ്. സോ അത്യാവശ്യം നോളജ് ഉള്ള അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശരിയാക്കുന്നു. കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും ശരിയാക്കും. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഒരിക്കലും ലീവ് ചെയ്യാനോ തെറ്റിക്കാനോ പാടില്ല. സോ 91st ക്വസ്റ്റ്യൻ ഇറ്റ്സ് എന്തായാലും നിങ്ങൾ ശരിയാക്കേണ്ടതാണ്. ലൈക്ക് കണ്ടന്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ നോട്ട്സ്
ആൻഡ് നിങ്ങളുടെ ബേസ് ഒന്ന് റീക്യാപ്പ് ചെയ്യാനായിട്ട് റീവാച്ച് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇതിനകത്ത് കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഈ ഒരു ന്യൂമോണിക് ഫോം അസംബ്ലർ എന്ന് പറയുന്ന. ഓക്കെ, assembler translates mnemonic instructions. Assembler is a system software responsible for translating mnemonic instructions into machine language equivalent. Okay, so next എന്ന് പറയുന്നത് dash permits to develop permits the programmer to develop a program with size larger than the size of main memory. Okay, ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തോ ഒരു കൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്തോ ഒരു വസ്തു അല്ലെ, എന്തോ ഒരു വസ്തുവാണ്. ആ വസ്തു പ്രോഗ്രാമറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യുകയാണ് മെയിൻ മെമ്മറിയെക്കാളും കൂടുതൽ സൈസിലുള്ള പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് അല്ലെ. ഇതിനെ പല രീതിയിൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ആദ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എലിമിനേഷൻ വർക്ക് ചെയ്യുന്ന കാര്യമാണ്. ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്ന് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡെസിഗ്നേറ്റഡ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഈ ക്യാഷ് മെമ്മറി എന്താണെന്ന് നമുക്ക് അറിയാമെങ്കിൽ ക്യാഷിന്റെ പ്രൊസീജിയർ ഇതല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. ഇനി മറ്റ് രണ്ട് കൺസെപ്റ്റ് എയും ഡിയുടെയും നമുക്ക് കൺസെപ്റ്റിലേക്ക് പോകാൻ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു എന്തോ ഒന്ന് പ്രോഗ്രാമറിനെ പെർമിറ്റ് ചെയ്യുകയാണ് അല്ലെ, അതെന്തോ ഒരു വസ്തുവാണ് അല്ലെ. അപ്പൊ ആ ഒരു വസ്തു പ്രോഗ്രാമറിനെ പെർമിറ്റ് ചെയ്യുകയാണ് മെയിൻ മെമ്മറിയെക്കാളും കൂടുതൽ സൈസിലേക്ക് പോകാൻ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മെമ്മറി ഇന്റർലീവിങ്, ബഫറിങ് എന്ന് പറയുന്നതെല്ലാം ആക്ച്വലി ഒരു പ്രൊസീജിയർ അല്ലേ. ലൈക്ക് നിങ്ങൾക്ക് ഈ ING ഫോർമാറ്റിൽ വന്നു കഴിയുമ്പോൾ അത് എപ്പോഴും ഒരു പ്രവർത്തനം, ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊസീജിയർ അല്ല എന്നൊരു ലോജിക്കിലേക്ക് നമുക്ക് ഇവിടെ എത്താനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഓപ്ഷൻ സിയിലോട്ട് എത്താൻ സാധിക്കും. എന്നിരുന്നാലും ഇനി ഒന്നും വേണ്ട, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത് എന്താ? നമുക്ക് ഇപ്പൊ CD ആയിട്ടോ അല്ലെങ്കിൽ പെൻഡ്രൈവ് ആയിട്ടോ ഹാർഡ് ഡിസ്കോ ആയിട്ടോ അല്ലാത്തൊരു മെമ്മറി. അപ്പൊ മെയിൻ മെമ്മറി എന്ന് പറയുന്നത് എന്താ? അത് പ്രൈമറി മെമ്മറിയാണ് അല്ലെങ്കിൽ ഫിസിക്കൽ മെമ്മറിയാണ്. അപ്പൊ അതില്ലാതെ വരുമ്പോൾ നമുക്കൊരു ഹെൽപ്പിന് വേണ്ടി എന്തുണ്ടാവും? വെർച്വൽ മെമ്മറി ഉണ്ടാവും. സോ ദാറ്റ് എന്താ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്ലൗഡ്, നമ്മൾ ഗൂഗിൾ ഡ്രൈവില് നമ്മൾ ഡേറ്റ എല്ലാം സേവ് ചെയ്യും. അത് ഒരു കൈൻഡ് ഓഫ് വെർച്വൽ മെമ്മറി ആണെന്ന് നമുക്ക് പറയാം. ഫിസിക്കലായിട്ട് അതിനൊരു എൻറ്റിറ്റി നമുക്ക് തൊടാനോ അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. പക്ഷെ നമ്മൾക്ക് അതിനെ യൂസ് ചെയ്യാം, നമ്മളുടെ ഡേറ്റ അതിനകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പൊ ആ കൺസെപ്റ്റിനാണ് എന്ത് പറയുന്നത്? വെർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. സോ ആ ഉത്തരമാണ് ഇവിടെ നമുക്ക് ഇത് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു ഡെഫിനിഷനിൽ നിന്ന് ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്തുന്നതാണ്. Okay, so virtual memory permits the programmer to develop a program with a size larger than the size of main memory. It achieves this by utilizing disk space as an extension of RAM, allowing programs to use more memory than physically available. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഇപ്പൊ നമുക്കൊരു പ്രോഗ്രാമില് ഒരു ലാപ്ടോപ്പിൽ നമ്മൾ ഒരു പ്രോഗ്രാം കോഡ് ചെയ്യാം. ആ സമയത്ത് നമ്മളുടെ മാക്സിമം മെമ്മറി സ്പേസ് എന്ന് പറയുന്നത് ഒരു 1 GB ആണെന്ന് വിചാരിക്കും. അപ്പോൾ ആ പ്രോഗ്രാമർ 1 GB കൂടുതലുള്ള ഒരു പ്രോഗ്രാം കോഡ് എഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിന് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ചെയ്ത് വരുമ്പോഴായിരിക്കും ഇതിന്റെ പ്രൊസീജിയറും അല്ലെങ്കിൽ ഇതിന്റെ മെമ്മറിയെ കൂടി വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്നെ വേറൊരു ലാപ്പിലോട്ട് പോകാനായിട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഇതിന്റെ സഹായം തേടും. വെർച്വൽ മെമ്മറി അല്ലെങ്കിൽ അത് ക്ലൗഡ് മെമ്മറിയോ ഒക്കെ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതിനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പോർട്ടബിലിറ്റി ഓഫ് എ സോഫ്റ്റ്വെയർ റെഫേഴ്സ് ടു ദ എബിലിറ്റി. പോർട്ടബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ? അത് പോർട്ടബിലിറ്റി ഓഫ് എ സോഫ്റ്റ്വെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഓപ്ഷൻസിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഓപ്ഷൻസിലോട്ട് നിങ്ങൾക്ക് നോക്കാം. ഓപ്ഷൻസിലോട്ട് വരുമ്പോൾ ടു ഓപ്പറേറ്റ് വിത്ത് ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് ഇൻ ദ സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു ഓപ്പറേറ്റ്
വിത്ത് ഡിഫറെന്റ് സോഫ്റ്റ്വെയർ ഇൻ ദ സിസ്റ്റം. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? പോർട്ടബിലിറ്റി ഓഫ് എ സോഫ്റ്റ്വെയർ. ശരി, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു റൺ ഓൺ ഡിഫറെന്റ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസ്, പിന്നെ ടു അഡാപ്റ്റ് ചേഞ്ചസ് എഫിഷ്യന്റ്ലി, ടു ഓഫർ ഡൈനാമിക് യൂസർ ഇന്റർഫേസസ്. ഓക്കെ, സോ ഇവിടെ ആദ്യത്തെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ്. ഒരു സോഫ്റ്റ്വെയർ തന്നെ ഓപ്പറേറ്റ് വിത്ത് ഡിഫറെന്റ് സോഫ്റ്റ്വെയർസ് ഇൻ ദ സിസ്റ്റം, അതിന് നമ്മൾ പോർട്ടബിലിറ്റി എന്ന് പറയാറുണ്ട്? ഇല്ല. ഓക്കെ, പിന്നെ അഡാപ്റ്റിംഗ് ദ ചേഞ്ചസ് എഫിഷ്യന്റ്ലി, അവിടെ അഡാപ്റ്റേഷൻ എന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇനി ടു ഓഫർ ഡൈനാമിക് യൂസർ ഇന്റർഫേസസ്, അതൊന്നും അവിടെ വരുന്നില്ല. പക്ഷെ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കി അതിന് ഒരു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്നത്, ഒരു കമ്പ്യൂട്ടറിൽ ഒരു പി സിയിൽ ഡെവലപ്പ് ചെയ്ത് വേറൊരു ലാപ്പിലും കമ്പ്യൂട്ടറിലും എങ്ങനെ അത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്നതാണ് അവിടെ വരുന്നത്. സോ അതിനാണ് നമ്മൾ പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്, ടു റൺ ഓൺ ഡിഫറെന്റ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസ്. ഓക്കെ, സോ നമ്മൾ വളരെയധികം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഡയറക്ട്ലി ഉത്തരം എന്ന് എടുക്കുന്നത്. ഓക്കെ, അടുത്തത് ആക്ച്വലി വളരെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്ച്വലി ഇതിന് 4നെയും പേരുകൾ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, ഡാഷ് ഈസ് എ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം. അപ്പോൾ ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു ഓവർവ്യൂ തരാനായിട്ട് ശ്രമിക്കാം. നമുക്ക് വളരെയധികം പ്രോസസ്സുകൾ ചെയ്യണം, ഒരു 10 പ്രോസസ്സുകൾ ചെയ്യണം. 10 പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ ഏത് അറേഞ്ച്മെന്റിലും നമുക്ക് ചെയ്യാം. ചിലപ്പോൾ കറക്റ്റ് 1 തൊട്ട് 10 വരെ ആയിട്ട് ഓർഡറിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ചില പ്രോസസ്സുകൾ നമുക്ക് പ്രയോറിറ്റിയിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അത് പല ലൈക്ക് നമുക്ക് അതിന്റെ ആ ഒരു ഓർഡർ തീരുമാനിക്കുന്ന പല മെക്കാനിസങ്ങളിലൂടെയാണ്, അതിന് പല മെത്തേഡുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു 4 മെത്തേഡുകളാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്. ഇതിനകത്ത് ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് FCFS എന്നാണ്. സോ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. എന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് നടത്താനായിട്ട് ആദ്യം വന്നത് ആരാണ്, അയാളെ ആദ്യമേ കടത്തിവിടും. ഓക്കെ, അതാണ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇപ്പൊ ചിലപ്പോൾ 5ാമത്തെ പ്രോസസ് ആയിരിക്കാം ആദ്യം വന്ന്, അത് ആദ്യം വരുന്നു, അത് ചെയ്യുന്നു, പോകും. നമ്മളുടെ ക്യൂ കൺസെപ്റ്റ് എന്നൊക്കെ പറയും. ക്യൂവിൽ നമ്മൾ ആദ്യം വന്ന് നിൽക്കുന്ന ആളല്ലേ നമ്മൾ ആദ്യം വിടുന്നത്. ഓക്കെ, ഇനി SJF എന്ന് പറയുമ്പോൾ ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ജോലി, മീൻസ് ഏറ്റവും പെട്ടെന്ന് തീരുന്ന ജോലി ആദ്യം ചെയ്ത് തീർക്കും. ഓക്കെ, സോ നമുക്കിപ്പോ 10 പ്രോസസ് ഉണ്ടെങ്കിൽ പലതിനും പല ഡിഫിക്കൽറ്റി ലെവലായി. സോ അവിടെ SJF എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം തീരുന്നത്, നമ്മൾ എപ്പോഴും ഇല്ലേ എളുപ്പം തീരുന്നത് നമ്മൾ തീർത്ത് പോകും. ആ ഒരു മെത്തേഡാണ് SJF എന്ന് പറയുന്നത്. ഇനി പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പ്രയോറിറ്റൈസ് ചെയ്യാണ്. ഇന്ന കാര്യമാണ്, എനിക്ക് 6ാമത്തെ പ്രോസസ്സാണ് ആദ്യമേ ചെയ്യേണ്ടത്. അത് ആള് എപ്പോ വന്നതായിക്കോട്ടെ അല്ലെങ്കിൽ പെട്ടെന്ന് അത് തീരോ എന്തോ ആയിക്കോട്ടെ, അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. പ്രയോറിറ്റിയിൽ നോക്കുന്നത് നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ വെച്ചിരിക്കുന്നതിന് അനുസരിച്ച് ഇവരെ കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, സോ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി റൗണ്ട് റോബിൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് അൽഗോരിതമാണ്. അപ്പോൾ സ്പെഷ്യൽ കൈൻഡ് ഓഫ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാംസിനെയും ഒരു നിശ്ചിത സമയത്തിന്റെ ടൈം ഫ്രെയിമിൽ ജോലി ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവരവരും മാറി നിന്നു. ഓക്കെ, അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞിട്ട് വരുന്ന ഒരു രീതിയിലാണ് റൗണ്ട് റോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ റൗണ്ട് റോബിന്റെ കാര്യം നമ്മൾ എപ്പോഴും അതിനൊരു ക്വാണ്ടം പോലെ ഒരു ടൈം ഫ്രെയിം വെക്കും. അപ്പൊ ആ ടൈം ഫ്രെയിം വെക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് രണ്ടല്ല ഒരു 3 പ്രോസസ്സ് ഉണ്ട്. അതിൽ 3 പ്രോസസ്സിൽ ആദ്യത്തെ പ്രോസസ്സ് 4 സെക്കൻഡ് കൊണ്ട് കഴിയും, 2ാമത്തെ പ്രോസസ്സ് 8 സെക്കൻഡ് കൊണ്ട് കഴിയും, 3ാമത്തെ പ്രോസസ്സ് 12 സെക്കൻഡ് കൊണ്ട് കഴിയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ഓർഡർ വരുമ്പോൾ ആദ്യം 4ാമത്തെ ഇത് ലൈക്ക് ഈ 3 വന്നു. ഞാൻ എന്റെ ടൈം ഫ്രെയിം വെച്ചിരിക്കുന്നത് 4 സെക്കൻഡ് ആണ്. ഇപ്പൊ 4 സെക്കൻഡ് ആണെങ്കിൽ ആദ്യത്തെ ഇതിൽ
ആദ്യത്തെ പ്രോസസ്സ് 4 സെക്കൻഡ്, രണ്ടാമത്തത് 4 സെക്കൻഡ്, മൂന്നാമത്തത് 4 സെക്കൻഡ്. ശരിയല്ലേ? അപ്പോ ടോട്ടൽ 4+4+4 12 സെക്കൻഡ് കഴിയുമ്പോൾ ഈ 3 പ്രൊസീജിയേഴ്സിന്റെ 4 സെക്കൻഡിനുള്ള ജോലി കഴിഞ്ഞു. ശരി. ഇനി 12 കഴിഞ്ഞ് പിന്നെ വരുന്നത് എന്താ? ഈ എയുടെ പണി ഓൾറെഡി 4 സെക്കൻഡ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള എന്താ? ബിക്ക് 4 സെക്കൻഡ്. ബിക്ക് 4 സെക്കൻഡ്, ബി 4 ചെയ്തു. 12 തൊട്ട് 16 സെക്കൻഡ് വരെ ബിയുടെ റിമൈനിങ് പാർട്ട് ചെയ്തു. ഓക്കെ. അതുപോലെ തന്നെ സിയുടെ 4 സെക്കൻഡ് ചെയ്തു. 16 തൊട്ട് 20 സെക്കൻഡ് വരെ സിയുടെ പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ സിയുടെ വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ 20-ലെത്തി. അപ്പൊ ബിയും പോയി, എ നേരത്തെ പോയി. ഇനിയുള്ളത് തേർഡ് സ്റ്റെപ്പിലാണ് വരുന്നത്. തേർഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ സി മാത്രമേ ഉള്ളൂ. സി വരുമ്പോൾ സിയുടെ 4 അങ്ങനെ 4. അപ്പൊ 24ആയി. അപ്പൊ 24 സെക്കൻഡ് ടോട്ടൽ. നമുക്ക് 4, 8, 12 ആയിരുന്നല്ലോ. ടോട്ടൽ എത്ര വേണം? 24 മിനിറ്റ്. 24 സെക്കൻഡ്. അപ്പൊ ആ 24 സെക്കൻഡ് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഒരു റൗണ്ട് മെക്കാനിസത്തിൽ ഉള്ള ഒരു ഷെഡ്യൂളിംഗ് അൽഗോരിതമാണ് റൗണ്ട് റോബിൻ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ ഉത്തരം വരുന്നത് പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് വെച്ചാൽ നേരത്തെ തന്നെ ലൈക്ക് എത്ര നേരം ചെയ്യണം എന്നത്, ആ പ്രീ എംപ്റ്റീവ് എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ കീ ആയിട്ടുള്ളത്. സോ ആ ഒരു ടൈം ഫ്രെയിം ആദ്യമേ ഒരു ഫിക്സഡ് ടൈം വെക്കുന്ന, ഒരു ക്വാണ്ടം പോലെ വെക്കുന്നതാണ് ഈ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിലുള്ളത്. നമ്മൾ പഠിക്കുന്നതിന്റെ റൗണ്ട് റോബിന് മാത്രമേ ഇങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളൂ. സോ അത് ഓർത്തിരിക്കേണ്ടതാണ്. റൗണ്ട് റോബിൻ ഈസ് എ പ്രീ എംപ്റ്റീവ് ഷെഡ്യൂളിംഗ് അൽഗോരിതം വേർ ഈച്ച് പ്രോസസ് ഈസ് അസൈൻഡ് എ ഫിക്സഡ് ടൈം സ്ലൈസ്. ഒരു ക്വാണ്ടം പോലെ വെക്കും. It ensures fairness by giving each process equal time to execute, thus preemptive task when their time slice expires. Okay. Sure. Next, 95 നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്റർപ്രട്ടർ എന്ന് പറയുന്നത്. ഇന്റർപ്രട്ടറിനെ കമ്പൈലറിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ആൻ ഇന്റർപ്രറ്റർ വിൽ ഒന്ന് പ്ലേസസ് പ്രോഗ്രാംസ് ഇൻ ടു മെമ്മറി ഫോർ എക്സിക്യൂഷൻ. ഓക്കെ. ട്രാൻസ്ലേറ്റ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. എക്സിക്യൂട്ട് എ സോഴ്സ് പ്രോഗ്രാമിംഗ് വിത്തൗട്ട് ജനറേറ്റിംഗ് എ object program. Option D, link the object modules for execution. ഡയറക്റ്റ് ഇന്റർപ്രറ്ററിനെയും നമ്മൾ കമ്പൈലറിനെയും വെച്ച് നമ്മൾ ടേബിൾ ഒക്കെ വെച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഡയറക്റ്റ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ലൈക്ക് സി ആണ്. കാരണം ഇന്റർപ്രറ്റർ എന്ന് പറയുമ്പോൾ അവർ അതിനിടയ്ക്ക് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. അവർ ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താനായിട്ടാണ് എക്സിക്യൂഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു പ്രത്യേകം ഒരു ഒബ്ജക്ട് കോഡ് അവിടെ ഉണ്ടാകുന്നില്ല. ഒബ്ജക്ട് പ്രോഗ്രാം എന്ന് പറയുന്ന ഒബ്ജക്ട് കോഡാണ്. അപ്പൊ ആ ഒരു ഒബ്ജക്ട് കോഡ് അവിടെ ഉണ്ടാകുന്നില്ല. സോ എക്സിക്യൂട്ട് എ സോഴ്സ് പ്രോഗ്രാം വിത്തൗട്ട് ജനറേറ്റിംഗ് ആൻ ഒബ്ജക്ട് പ്രോഗ്രാം. ആൻ ഇന്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ്സ് ആൻഡ് എക്സിക്യൂട്ട്സ് സോഴ്സ് കോഡ് ലൈൻ ബൈ ലൈൻ വിത്തൗട്ട് ജനറേറ്റിംഗ് ആൻ ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട് പ്രോഗ്രാം. This allows for immediate execution of the code, but can be slower compared to the compiled programs. Okay, so അത് the compiled programs കാരണം കമ്പൈൽഡിൽ ഓൾറെഡി അവര് എറേഴ്സ് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രശ്നമൊന്നും വരാനില്ല. പക്ഷെ ഇന്റർപ്രറ്ററിനെ സംബന്ധിച്ച് അതല്ല. അതിനകത്ത് അത് എറർ ഫ്രീയോ അല്ലെങ്കിൽ ഫോൾട്ട് ഫ്രീ ആയിട്ടോ വെച്ചിട്ടുള്ളതല്ല. സോ നമുക്ക് ചിലപ്പോൾ അവിടെ ഒരു മാറ്റം വന്നിരിക്കാം. ശരി. സോ ഇത് ഡയറക്റ്റ് നമ്മുടെ ക്ലാസ്സിൽ നോട്ട്സിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ്. വാട്ട് യു മീൻ ബൈ ദ ഓപ്പറേഷൻ ഓഫ് ആൻ ഇന്റർപ്രറ്റർ ആൻഡ് കമ്പൈലർ. സോ അതിന്റെ ഡിഫറൻസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്, ഒന്ന് നോക്കേണ്ടത്. ഓക്കെ, ശരി. നെക്സ്റ്റ് നമുക്ക് ലൈക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിവൈഡ് ആൻഡ് കോൺക്വർ അൽഗോരിതം. അപ്പൊ ഇവിടെ നമുക്ക് നമ്മൾ പലതരത്തിലുള്ള അൽഗോരിതംസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല തരത്തിലുള്ള അൽഗോരിതംസിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവിടെ ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇപ്പൊ നമുക്ക് ഈ 4 അൽഗോരിതത്തിന്റെ
പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് നമുക്ക് ക്ലാസ്സുകളിലും അല്ലെങ്കിൽ നമ്മളുടെ ബാക്കി സെഷൻസിലൊക്കെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷെ എങ്ങനെ ഇതിനകത്തേക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്ന് നോക്കാം. എല്ലാവർക്കും വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. സോ എന്നാലും നമുക്ക് ശ്രമിക്കാം. കാരണം ഒരു ചെറിയൊരു റിസ്ക് ടേക്കിംഗ് ആണ്. ക്ലാസ്സിലെ നോട്ട്സ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എത്താനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓക്കെ ശ്രദ്ധിക്കുക. ഡിവൈഡ് ആൻഡ് കോൺകർ എന്ന് പറയുന്ന വേർഡ് എപ്പോഴും നമ്മൾ ആക്ച്വലി ബ്രിട്ടീഷേഴ്സിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എത്ര പേരുണ്ടോ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഡീല് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് ഡീല് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ഉള്ളത്. കാരണം ഒരുമിച്ച് നിന്ന് കഴിയുമ്പോൾ അതിനെ പാടായിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് പാടായിട്ട് വരും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ അറിയാവുന്ന നമ്മുടെ സോർട്ടിങ് കൺസെപ്റ്റുകൾ നമ്മൾ പഠിക്കുന്ന കേസിൽ ഒന്നാണ് മെർജ് സോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അവിടെ മെർജ് സോർട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതിനെ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് ഓരോന്നിനെ നമ്മൾ മെർജ് ചെയ്ത് അതിനെ ആ സോർട്ട് ചെയ്യുന്നത്, അതിന്റെ ഓർഡറിൽ ഏത് ഡിസൈഡ് ഓർഡറിലാണോ സോർട്ട് ചെയ്തത് ആ രീതിയിലേക്ക് എത്തുന്നതാണ് മെർജ് സോർട്ട് എന്ന് പറയുന്നത്. സോ ഇവിടെ അതിന്റെ നമുക്കൊരു ഡിവൈഡ് ആൻഡ് കോൺകർ, ഇതൊരു ഡയറക്റ്റ് കണ്ടന്റ് ആപ്ലിക്കേഷൻ ആണ്. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ലേക്ക് എത്താൻ പറ്റും. സോ മെർജ് സോർട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതം. ഇറ്റ് വർക്ക്സ് by recursively dividing the array into smaller sub-arrays, sorting them and then merging them back to the. ഇവിടെ നിങ്ങൾ ആക്ച്വലി തെറ്റിദ്ധരിക്കരുത്. കാരണം ആദ്യമേ മെർജ് ചെയ്യുന്ന ഒരു സോർട്ട് ആണല്ലോ. അപ്പൊ അവിടെ അത് ഡിവൈഡ് വരുമ്പോ എന്ന ഡൗട്ട് വരാം. പക്ഷെ അത് ഒന്നും ഇത് ഈ ഒരു ടോപ്പിക്കേ നോക്കാത്ത ഒരാളെ സംബന്ധിച്ചേ വരികയുള്ളൂ. അത്യാവശ്യം ഇൻട്രസ്റ്റോടുകൂടി നമ്മളുടെ നോട്ട്സും ക്ലാസ്സസും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും മെർജ് സോർട്ട് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമുക്ക്, കാരണം മെർജ് സോർട്ട്, ഇൻസേർഷൻ സോർട്ട് ഉള്ള ബബിൾ സോർട്ട്, ഇതെല്ലാം ഇങ്ങനെ ഒരു 4-5 സോർട്ടിങ് പ്രൊസീജിയേഴ്സ് നമ്മൾ ഉണ്ട്. അതിനെ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ മെർജസ്, കാരണം അതിന്റെ എല്ലാം ഇപ്പൊ നമുക്ക് ആക്ച്വലി ഈ സോർട്ടിങ്ങുകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ പ്രൊസീജിയറിനെ പറ്റി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആക്ച്വലി അതിന്റെ ആ ഒരു ക്രക്സ്, അത് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് മാത്രമേ ആക്ച്വലി വരികയുള്ളൂ. ഓക്കെ, ശരി. അടുത്തത്, ഇൻ വിച്ച് അഡ്രസ്സിംഗ് മോഡ് ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് the operand is calculated by adding constant value to the content of register. ഓക്കെ, ഇവിടെയും ഡയറക്റ്റ് ആക്ച്വലി ഉള്ള കണ്ടന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നിരുന്നാലും ഇവിടെ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത് ലൈക്ക് നമുക്ക് എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ ഓപ്പറന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുമ്പോൾ ആ ഒരു അഡ്രസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ലൈക്ക് ഒരു വാല്യൂ, ആ വാല്യൂവിന്റെ കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ എന്നതാണ് അവിടെ പറയുന്നത്. അപ്പൊ ആ ഒരു ലൊക്കേഷൻ വെച്ചുകൊണ്ട് യൂസ് ചെയ്യുന്ന ലൈക്ക് എഫക്റ്റീവ് അഡ്രസ് യൂസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ എഫക്റ്റീവ് അഡ്രസ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് അതിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ലൊക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അതിന്റെ പേര് ഇൻഡെക്സ് എന്ന് തന്നെയാണ്, അല്ലെ? സോ ഇൻഡെക്സ്ഡ് ലൊക്കേഷൻസ് എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാറുണ്ട്. സോ ഇൻഡെക്സ് മോഡാണ് ഇതിന്റെ ഉത്തരം ആയിട്ട് ഉള്ളത്. So in index mode addressing, the effective address is obtained by adding a constant offset value to the content of a register. The constant value serves as an offset or displacement from the base address stored in the register. ഇവിടെ നമ്മൾ ആക്ച്വലി ആ ഒരു കറക്റ്റ് ആ ഇൻഡെക്സിലോട്ട് വേണം ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇതിന്റെ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ,
So this mode is commonly used in array or data structure access where the base address of the array is stored in a register and the constant offset represents the index or position of the desired element within the array. Okay. അടുത്തത് നമുക്ക് എപ്പോഴും ഈ ടൈം കോംപ്ലക്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ടൈം കോംപ്ലക്സിറ്റി ഉള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കാറുണ്ട്. ടൈം കോംപ്ലക്സിറ്റി ഓഫ് ലീനിയർ സെർച്ച് അൽഗോരിതം. അപ്പൊ നിങ്ങൾ ആക്ച്വലി ഒ ഓഫ് ബിഗ് ഒ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ ആ അതിന്റെ ബ്രാക്കറ്റിൽ നമുക്ക് എന്നിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാകും. ഇവിടെ നമുക്ക് നോക്കാം. ലോഗ് ബേസ് ടു ദ 2 അല്ലെ ലോഗ് എൻ ഉണ്ട്. എൻ ലോഗ് എൻ ബേസ് ടു 2 ഒ ഓഫ് എൻ സ്ക്വയർ ഒ ഓഫ് എൻ. ഇതിന്റെ അർത്ഥം എന്താ? ഈ എന്നിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ഇതിന്റെ പാട് എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പൊ എന്നിന്റെ വാല്യൂ ഞാൻ 2 ആക്കി കഴിഞ്ഞപ്പോൾ അത് മീൻസ് അല്ലെങ്കിൽ ഇരട്ടിയാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ സെർച്ച്. ഇപ്പൊ കുറച്ച് അധികം ഫയലുണ്ട്, 10 ഫയലുണ്ട്. 10 ഫയല് എനിക്ക് സെർച്ച് ചെയ്യാൻ 10 സെക്കൻഡ് എടുത്തു. ആ 10 സെക്കൻഡ് ഞാനത് ഇരട്ടിയായി കഴിഞ്ഞു കഴിയുമ്പോൾ എനിക്ക് സമയം ശരിക്കും അത് ഇരട്ടി സമയം എടുക്കുകയാണെങ്കിൽ എന്താണ് സെയിം കൂടിയ അതേ അളവിൽ തന്നെയാണ് വന്നത്. ഇനി 4 ഇരട്ടി ആയിട്ടാണ് കൂടിയതെങ്കിൽ ടൈം എടുക്കുന്നത് കൂടിയെങ്കിൽ അത് എൻ സ്ക്വയർ ആയിരിക്കും. ഇനി അല്ലെങ്കിൽ അത് ലോഗ് ടു ദ എന്നും എൻ ലോഗ് എൻ ഒക്കെ വരാം. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ലീനിയർ സെർച്ച് അൽഗോരിതം നമ്മൾ സെർച്ചിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഫസ്റ്റ് ഇതാണ് ലീനിയർ സെർച്ച്. നോർമലി ഒരു ഇതിനെ സെർച്ച് ചെയ്യുകയാണ്, ആദ്യം തൊട്ട് അവസാനം വരെ സെർച്ച് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്. അപ്പൊ അങ്ങനത്തെ മെക്കാനിസത്തിൽ നമുക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 10 ഫയലുണ്ട്, 10 സെക്കൻഡ് എടുക്കും. അതിനെ ഞാൻ ഇരട്ടിയായി 20 ഫയലായി. 20 ഫയലായി കഴിഞ്ഞാൽ ഈ സെർച്ച് ചെയ്ത് നമ്മൾ ഇപ്പൊ ഒരാൾ വന്നിങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര സമയം എടുക്കും? 10 സെക്കൻഡ് എടുക്കുന്ന ആൾക്ക് അത് 20 ഫയലാക്കി 20 സെക്കൻഡേ എടുക്കുള്ളൂ. അപ്പൊ അത് ഇരട്ടിയാണ് ആയിട്ടുള്ളൂ, അല്ലാതെ 4 ഇരട്ടിയോ അല്ലെങ്കിൽ ലോഗിലേക്കോ. ഇപ്പൊ ലോഗ് ബേസ് ടു ദ 2 എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇപ്പൊ ഇരട്ടിയാക്കുന്ന കേസ് വരുവാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? അത് പറയും. ഇവിടെ 2 വന്നു കഴിഞ്ഞാൽ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചേ ഇല്ല എന്നാണ് വരുന്നത്. അങ്ങനെ ചേഞ്ച് വരാതിരിക്കുന്നില്ല, ഇല്ല. പിന്നെ ഇരട്ടിയാക്കുന്ന കേസ് വന്നു കഴിയുമ്പോൾ നമുക്ക് എൻ ലോഗ് എൻ ബേസ് ടു ദ 2 അവിടെ ഇരട്ടി വരുന്നു. പക്ഷെ നിങ്ങൾ അന്നേരം ഇപ്പൊ 3 ഇരട്ടിയാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി 3 വരുന്നുണ്ട്, പക്ഷെ 3 ലോഗ് 3 അല്ല വരുന്നത്, അല്ലെ? ശരി. സോ ലീനിയർ സെർച്ചിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒ ഓഫ് എൻ ആണ്. Linear search has a time complexity of O of n, where n is the number of elements in the array. It involves iterating through each element until the desired element is found or the end of the array is reached. Okay. അടുത്തത് നമ്മൾ ആ സോർട്ടിങ്ങിന്റെ കാര്യമാണ് വരുന്നത്. ആ സോർട്ടിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ എന്താണ് ഈ പറഞ്ഞ സോർട്ടുകൾ, ലൈക്ക് ബബിൾ സോർട്ട്, മെർജ് സോർട്ട്, സെലക്ഷൻ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്. ഈ സോർട്ടൊക്കെ നമ്മൾ സോർട്ടിംഗ് അൽഗോരിതംസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മെക്കാനിസംസ് പഠിക്കുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവിടെ ഇതിന്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ വാരി വലിച്ച് എല്ലാം പഠിക്കണം എന്നൊന്നുമില്ല, അതിന്റെ ആ ക്രക്സ് മാത്രം മനസ്സിലാക്കുക. ഇവിടെ അതിന്റെ ഒരു ആപ്ലിക്കേഷനിലേക്കാണ് വന്നിരിക്കുന്നത്, അല്ലെ? ദ വേ എ കാർഡ് ഗെയിം പ്ലെയർ അറേഞ്ച് ഹിസ് കാർഡ്സ് as he picks them up one by one. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ നോക്കുക. ഇപ്പൊ അതെ ഒരു കാർഡ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരാളെ നമ്മൾ എടുക്കുന്നു, തിരിച്ചു വെക്കുന്നു, എടുക്കുന്നു, തിരിച്ചു വെക്കുന്നു. അങ്ങനെ ആണല്ലോ എങ്ങോട്ടേക്കാണ് കറക്റ്റ് ആയിട്ട് എടുത്ത് വെക്കേണ്ടതെന്നനുസരിച്ച് അറേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതേ പ്രൊസീജിയർ ആണ് ആക്ച്വലി എന്തിനു ചെയ്യുന്നത്? അവിടെ ഫിക്സ് ദം അപ്പ് 1 by 1 എന്ന് വെച്ചാൽ അവിടെ എടുത്തു എന്ന് മാത്രമല്ല തിരിച്ചു വെക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇത് തന്നെയാണ് ആക്ച്വലി നമ്മുടെ ഇൻസേർഷൻ സോർട്ടിനെ പറ്റി പറയാറായിട്ട് ഉള്ളത്.
Okay. So the way a card game player arranges his card one by one as he picks them up is an example of insertion sort. In insertion sort, each element is compared and inserted into correct position in the sorted part of array. So ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇതൊക്കെ ആക്ച്വലി നമുക്ക് പ്യുവർ കണ്ടന്റ് വേണം. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ നോട്ട്സും റെക്കോർഡിങ്സും ഒക്കെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അവിടെ ഡയറക്റ്റ് നമുക്ക് ഇവിടെ വലിയ രീതിയിലുള്ള ഞാൻ ഇൻസർഷൻ സോർട്ട് എന്ന് പറയുന്ന രീതിയിൽ ആ ലോജിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ സോർട്ടിംഗ് അൽഗോരിതത്തെ പറ്റി ഒരു ബേസിക് ഐഡിയ തീർച്ചയായിട്ടും വേണം. ഓക്കെ, ഇനി അടുത്തത് ദ മെമ്മറി പ്രൊട്ടക്ഷൻ ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് നോർമലി ഡൺ ബൈ ആരായിരിക്കും? Memory protection of a computer is normally processed by operating system. നമ്മൾ OS ചാപ്റ്ററിൽ ഡയറക്ട്ലി പഠിക്കുന്ന കാര്യം, കാരണം ഇവിടെ നമുക്കൊന്ന് നോക്കി ലൈക്ക് യൂസർ ആണെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനെ ആക്ച്വലി ചോദിക്കേണ്ട കാര്യമുള്ളൂ. ഇനി കമ്പൈലറിന്റെ ജോലി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രോഗ്രാം റൺ ചെയ്ത് അതിനെ ഒബ്ജക്ട് കോഡാക്കി മാറ്റുന്നത്, അവിടെ മെമ്മറി പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ പിന്നെ പ്രോസസ്സറിന് കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യുകയല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഈ മെമ്മറി ഹാൻഡിൽ ചെയ്യുന്നു, മെമ്മറി അറേഞ്ച് ചെയ്യുന്നു, മെമ്മറി പ്രൊട്ടക്ഷൻ ചെയ്യുന്നതായിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഇതിന്റെ ഡയറക്റ്റ്. ഇവിടെ യൂസർ ഉത്തരവൊക്കെ കൊടുത്തത് നമ്മൾ ആക്ച്വലി കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, അങ്ങനത്തെ ആരും കറക്റ്റ് നെയ്വായിട്ട് അങ്ങനെ പോയി യൂസർ എന്ന് പറയുന്ന ഉത്തരം കൊടുക്കരുത്. ഓക്കെ, അത്യാവശ്യം നമുക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ യൂസർ അല്ല എന്ന ഉത്തരത്തിലേക്ക് ഡയറക്റ്റ് എത്താം. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇവിടെ ആക്ച്വലി ഇത് നമുക്ക് 88th ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 88th ക്വസ്റ്റ്യനില് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു കുഴപ്പമുണ്ട്. നമുക്ക് ആക്ച്വലി ഇതിന്റെ ഒരു ഓപ്ഷൻസിൽ കുറച്ച് ക്ലാരിറ്റി കുറവ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ അതിന്റെ പ്രൊസീജിയർ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് നോക്കാം. അപ്പൊ പരിചയപ്പെടുത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ ഒരു ഉത്തരത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നിരുന്നാലും ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ഒക്ടാ ഡെസിമൽ നമ്പറിനെ ഒരു ഹെക്സാ ഡെസിമൽ നമ്പർ ഈക്വലൈസ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ വാല്യൂസ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുന്നു. ഇതിനകത്ത് ഓപ്ഷൻസിലോട്ട് പോകുകയും വേണ്ട. സോ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മെത്തേഡിലേക്ക് എത്തേണ്ടത്? ഈ ഒരു മെത്തേഡിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 1 എക്സ് 1 വൈ ബേസ് ടു 8. മറ്റോടത്ത് മീൻസ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 to 12 എന്ന് വായിക്കല്ലേ, 1 to C 90, സോറി 9, കാരണം 12 എന്ന് വായിക്കാൻ പാടില്ലാത്തത് ഹെക്സാഡെസിമലിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് 12 എന്ന് പറയുന്നതില്ല, അതിന് പകരം എന്തൊക്കെയാണ്? 10 ആണെങ്കിൽ എ, 11 ആണെങ്കിൽ ബി, 12 ആണെങ്കിൽ സി അല്ലെ? സോ 1 2 എന്ന് വേണം വായിക്കാൻ. അതിനുശേഷം 1 എക്സ് 1 വൈ, ഇതിന് നമുക്ക് എങ്ങനെയാണ് നമ്മളെ നോർമൽ ഡെസിമൽ സിസ്റ്റത്തിലേക്ക് എത്തുന്നത്? എല്ലാത്തിന്റെ പവർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8⁻0 ആണ്. ഇത് 8⁻1 ആണ്. ഇത് 8⁻2 ആണ്. നമുക്ക് എപ്പോഴും അറിയാം, നമുക്ക് ഡെസിമൽ സിസ്റ്റത്തിൽ അതേപോലെ തന്നെ 8⁻2, 8⁻3, 8⁻4. ഇവിടെ 16 ആണല്ലോ. 16ന്റെ 16⁻0, 16⁻1, 16⁻2, 16⁻3. എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് എക്സിന്റെയും ഇവിടെ സിയെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സി എന്താണ്? 12 ആണ്. അപ്പൊ 12 ആക്കി വേണം എടുക്കാൻ. 12 into 16⁻1 അങ്ങനെ വാല്യൂലേക്ക് എത്തുവാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനെ ആ ഇക്വേഷൻ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നതാണ് മെത്തേഡ്. പക്ഷെ നമുക്ക് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഇതില് ഓപ്ഷൻസിൽ ഒന്നും തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം മെൻഷൻ ചെയ്തിട്ട് ഇല്ല. ഓക്കെ, സോ ഇത്രയും 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആക്ച്വലി ഉള്ളത്. അപ്പൊ ഈ 20 ക്വസ്റ്റ്യൻ നമ്മൾ ആക്ച്വലി 90s ശേഷമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി പറയുകയാണെങ്കിൽ അവിടെ 91 തൊട്ട് നമുക്ക് കുറേയധികം ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ലൈക്ക് ആ ഒരു 88th ക്വസ്റ്റ്യൻ ആക്ച്വലി 80 to 90 ഫ്രെയിമിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ.
സോ ഇവിടെ ഈ ഒരു 90 to 100 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് നമ്മുടെ ക്ലാസ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെയധികം വന്നതായിട്ട് കാണാൻ സാധിക്കും. ന്യൂമോണിക് ഫോം അസംബ്ലർ. ഓക്കെ, ഇവിടെ ഈ ഒരു വെർച്വൽ മെമ്മറി എന്നത് നമുക്കൊരു കോമൺ ലോജിക് ഉണ്ടെങ്കിൽ എത്താം, ഇല്ലെങ്കിൽ ക്ലാസ്സിലെ ഇതിൽ നമുക്ക് ക്യാഷ് മെമ്മറി എലിമിനേറ്റ് ചെയ്യാം, മെമ്മറി ഇന്റർലീവിംഗും ബഫറിങ്ങും അതുപോലെ നോർമൽ ലോജിക് വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. പോർട്ടബിലിറ്റി ഡയറക്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം ആണല്ലോ. ശരി, ഇത് ഈ 4 ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് എന്തായാലും ഒന്ന് നോക്കിയിരിക്കും FCFS. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ വന്നില്ലാതെ ഞാൻ അതിന്റെ കൺസെപ്റ്റുകൾ പറഞ്ഞു. ഫസ്റ്റ് ആദ്യം വരുന്ന ആള് എത്രയും പെട്ടെന്ന് ജോലി ചെയ്ത് തീർത്തു പോകുന്ന രീതിക്കാണ് അത് വരുന്നത്. പിന്നെ SJF, പിന്നെ പ്രയോറിറ്റി പറഞ്ഞു, റൗണ്ട് റോബിൻ എല്ലാം പറഞ്ഞു. ഇന്റർപ്രറ്റർ ഡയറക്റ്റ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് വന്നിട്ടുള്ള ഇത്. കമ്പൈലറും ഇന്റർപ്രറ്ററും ഉള്ള ഡിഫറൻസിയേഷൻ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡിസ്കഷൻസിന്റെ പാർട്ടായിട്ടുള്ളതാണ്. സോ അവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സ് പ്രോഗ്രാമിനെ ഒബ്ജക്റ്റ് പ്രോഗ്രാം ഉണ്ടാവാതെ ഉള്ളത് നമുക്ക് കൺസെപ്റ്റൽ. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻസിലോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഡയറക്റ്റ് ടൈം നമുക്ക് നഷ്ടപ്പെടുത്താതെ ഉത്തരത്തിലേക്ക് എത്താം. 96 ഇത് ആക്ച്വലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ്. കാരണം ഈ ഒരു 4 അൽഗോരിതംസിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കാൻ എന്ന് പറയുന്നത് ഇത്ര ഡിഫിക്കൽട്ട് ആണ്. എന്നിരുന്നാലും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ പറഞ്ഞ ഈ ബാക്കി ബാങ്കേഴ്സ് അൽഗോരിതം, പ്രിംസ് അൽഗോരിതം, ഡിസ്കസ് അൽഗോരിതം എന്ന് പറയുന്നതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ വളരെയധികം ഈസിയർ ആയിട്ട് ഒരു സ്റ്റുഡന്റ് ഫോക്കസ് ചെയ്യുന്നതാണ് സോർട്ടിങ്ങും സെർച്ചിങ്ങും. അപ്പൊ അവിടെ മെർജ് സോർട്ടിനെ പറ്റി തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലെ 99 ക്വസ്റ്റ്യനിൽ ബബിൾ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, മെർജ് സോർട്ട്, അറ്റ്ലീസ്റ്റ് ഈ 4 സോർട്ടെങ്കിലും ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ഈ ഇൻഡെക്സ് മോഡ്, ഈ അഡ്രസ്സിംഗ് മോഡുകളെ പറ്റി പറയുമ്പോൾ ഇത് ഡയറക്റ്റ് ഇൻഡെക്സ് മോഡിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അബ്സല്യൂട്ട് മോഡ്, ഇമ്മീഡിയറ്റ് മോഡ്, ഇൻഡയറക്റ്റ് മോഡ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ ആക്ച്വലി ഡയറക്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഡയറക്റ്റ് കണ്ടന്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്കൊരു ഡിസ്കഷനിൽ അത് നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് പഠിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട്, ക്ലാസ് എടുക്കാത്ത പോർഷൻസ് ആണെങ്കിൽ ഫ്യൂച്ചറിൽ അത് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾക്ക് പിന്നെ ഒരു ലോജിക്കലി വേണമെങ്കിൽ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ആക്ച്വലി നിങ്ങൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് അറിയത്തില്ലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ നമ്മളുടെ ആക്ച്വലി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡയറക്റ്റ് ക്ലാസ്സിൽ വരുന്നുണ്ട്. പിന്നെ കാൽക്കുലേഷൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് എപ്പോഴും ഓപ്ഷൻസ്, നമുക്കൊരു റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ആണ് എപ്പോഴും തരാറ്. സോ അതിലൊന്ന് സൂക്ഷിച്ചും നിങ്ങളുടെ കണ്ടന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ടൈം ലിമിറ്റ്, കാരണം പലരും പറയാറുള്ളതാണ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന് ടൈം എടുക്കാറുണ്ട് എന്ന് പറയാറുണ്ട്, പ്രത്യേകിച്ചും കാൽക്കുലേഷൻസ്. കാരണം ആ കാൽക്കുലേഷൻസ് നിങ്ങളുടെ സ്പീഡ് കൂട്ടാനായിട്ട് ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്തുനിന്നും എല്ലാ ക്വസ്റ്റ്യൻസ് കൂടുതൽ തരുന്നതാണ്. അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സ്പീഡ് തീർച്ചയായിട്ടും കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കും. ആൻഡ് ഞാൻ പറഞ്ഞില്ല, ഇതുപോലത്തെ ഓപ്ഷൻസ് നിങ്ങൾക്ക് എത്രയും ഓരോ സ്റ്റെപ്പ് എഴുതിയിട്ട് കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടുക, എന്നിട്ട് അതിന്റെ അടിയിൽ അവസാനം 2 വര വരയ്ക്കുക എന്ന് പറയുന്നതല്ല നമ്മുടെ ഒബ്ജക്റ്റീവ്. നമുക്ക് വളരെ തുച്ഛമായ സമയത്തിനുള്ളിൽ കറക്റ്റ് ഉത്തരം, നമ്മുടെ ആക്യുറസി കൂട്ടുന്നത് എങ്ങനെയാണ്, മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് ചെയ്ത് ഓക്കെ. സോ ശരി, നമുക്കിനി ബാക്കി ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡിസ്കഷൻസിലൊക്കെ ആയിട്ട് ഇനി കാണാനായിട്ട് ശ്രമിക്കാം. സോ ശരി, താങ്ക് യു.